ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിതിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിലെ തീറ്റപ്പാത്രം നമ്മൾ ഈ ലൈറ്റിന് താഴെയായിട്ട് വെക്കണം, ദൂരെ മാറ്റി വെക്കരുത്. തീറ്റ തിന്നാനായിട്ട് കുഞ്ഞുങ്ങൾ വരുമ്പോൾ അതിന് ചൂട് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് ലൈറ്റിന് താഴെ വെക്കുന്നത്. ലൈറ്റിൻ്റെ വീട്ടിൽ നിന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതുങ്ങൾക്ക് ചൂട് കിട്ടത്തില്ല. ലൈറ്റിൻ്റെ താഴെ തന്നെ വെച്ചാലേ തീറ്റ തിന്നാൻ വരുമ്പം ചൂട് കിട്ടത്തുള്ളൂ. പിന്നെ അതുപോലെ നമ്മൾ വെള്ളപ്പാത്രം ലൈറ്റിൻ്റെ എടുക്കുന്നത് ദൂരെയായിട്ട് കെട്ടിയിടണം. ദൂരെയായിട്ട് വെക്കുകയോ കെട്ടിയിടുകയോ ചെയ്യണം. പേപ്പർ മാറ്റിയ ശേഷം ഇങ്ങനെ കെട്ടി തൂക്കി ഇടാവുള്ളൂ. അല്ലെങ്കിൽ ഇതിനകത്തെല്ലാം അഴുക്ക് ചതഞ്ഞിട്ടിട്ട് ആ വെള്ളം കുടിക്കും. അപ്പോൾ അത് ദൂരേന്ന് ലൈറ്റിൻ്റെ എടുക്കുന്ന ദൂരെ മാറ്റിയേ വെള്ളപ്പാത്രം സെറ്റ് ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന കോയിൽ 1.25 അടി 1.5 അടി ഹൈറ്റിലുള്ള വരണം. അതിൽ കുറച്ചുള്ളതാകരുത്, 1/2 അടിയുടെ ഒന്നും വെക്കരുത്, കാരണം ചൂട് നിൽക്കത്തില്ല. 1.25-1.5 അടി വെക്കുകയാണെങ്കിൽ ചൂട് ഇതിനകത്ത് തങ്ങി നിൽക്കും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ നമുക്ക് കുറച്ച് നാളും കൂടി ഇതിനകത്ത് ഇടാൻ പറ്റും. അല്ലെങ്കിൽ ചെറിയ ഹൈറ്റ് കുറഞ്ഞതാകുമ്പോഴത്തേക്ക് ചാടി വെളിയിൽ പോകും. പിന്നെ ഈ മഴ സീസണിലൊക്കെ ആണെങ്കിലും നമ്മളൊരു 10-12 ദിവസമെങ്കിലും ഈ വളയത്തിൽ തന്നെ ഇട്ടേക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. കുറച്ച് വളയം വലിപ്പമാക്കിയിട്ടാൽ മതി. കുറച്ച് വലിയ വിസ്താരത്തിലിടുകയാണെങ്കിൽ അത്രയും നല്ലത്. നമ്മൾ ഈ വളയത്തിൽ തന്നെ ഈ മഴ സീസണിലൊക്കെ ഇടുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ചൂടും കിട്ടും, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പേപ്പർ മാറ്റിയ ശേഷം ഈ ചീളിനകത്താണല്ലോ ഇടുന്നത്. ചീളിട്ടിട്ട് അതിൻ്റെ മുകളിലാണ് പേപ്പർ ഇടുന്നത്. അപ്പോൾ പേപ്പർ നമ്മൾ മാറ്റി കഴിയുമ്പോൾ ചീള് മാത്രമാകും. ഇതപ്പോൾ നമ്മൾ ജസ്റ്റ് ഇളക്കി വിടണം. 1-2 ദിവസം കൂടുമ്പോൾ ഇളക്കി വിടണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ കാഷ്ടം എല്ലാം കൂടെ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കൂടി ഭയങ്കര നനവ്, ഈർപ്പം ഒരുപാടായിപ്പോവും. ഈർപ്പം ഒരുപാടായിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ചൂട് നിൽക്കത്തില്ല, കുഞ്ഞുങ്ങൾക്കത് പ്രശ്നമാണ്. അപ്പം അങ്ങനെ അത് ശ്രദ്ധിക്കണം. നമ്മൾ ഇളക്കി വിട്ട് കൊടുക്കണം. 1-2 ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് എപ്പോഴും നല്ല ഡ്രൈ ആയിട്ട് കിടക്കും. അല്ലെങ്കിൽ ഈ കാഷ്ടം ഇങ്ങനെ അടിഞ്ഞടിഞ്ഞ് എല്ലായിടവും ഒരു പാളി പോലെ ആയിപ്പോവും. പിന്നെ അതുങ്ങൾക്ക് ചകയാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ, തണുപ്പ് കൂടി നിൽക്കും. പിന്നെ അസുഖങ്ങളും വരും കാഷ്ടം ഒരുപാടായി കഴിഞ്ഞാൽ. അതാണ് ഏറ്റവും പ്രശ്നമെന്ന് പറയുന്നത്. അസുഖങ്ങളാണ് ഏറ്റവും പെട്ടെന്ന് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് 1-2 നമ്മൾ ഇളക്കി കൊടുക്കണം.